അപ്പോളജൈസ് ചെയ്യാം. നമ്മൾ ഒരാളോട് സോറി ചോദിക്കുന്നത് നല്ലതാണോ അല്ലേ? നല്ലതാണ് കേട്ടോ. ചില കേസിലൊക്കെ നല്ലതാണ് നമ്മൾ ഒരാളോട് ക്ഷമ ചോദിക്കുക എന്നുള്ളത്. അപ്പം 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമുക്ക് ചുറ്റിലുള്ളത്. ഒന്ന്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതും നമ്മൾ അങ്ങോട്ടും അവരൊരുപാടധികം സ്നേഹിക്കുന്നത്. ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ രണ്ടുപേരും കൂടി സെപ്പറേറ്റഡ് ആവും. അപ്പോൾ ഈ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അവരോട് ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് സോറി പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ സ്നേഹമുള്ളത് കൊണ്ട് എന്താ, നമ്മൾ അങ്ങോട്ട് പോയി സോറി പറയുന്നതിന് മുമ്പേ സോറി പോലും കേൾക്കാതെ അവരിങ്ങോട്ട് വന്ന് മിണ്ടും. അത് ട്രൂ ലവാണ്. അങ്ങനത്തെ അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ലൈഫ് ലോങ് അവരെ നമ്മൾ കൂടെ നിർത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടീമുണ്ട്. രണ്ടാമത്തെ ടീം അവർക്ക് നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് അവരെ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി സോറി ചോദിച്ചാൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അവർക്ക് തോന്നുന്ന സമയത്ത് അവരിങ്ങോട്ട് സോറി വന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കും. നമ്മൾ പിന്നെ ചിലപ്പോൾ ഞാൻ അന്ന് സോറി പറഞ്ഞപ്പോൾ നീ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, അത് കാരണം ഇന്ന് നിന്റെ സോറിയും നിന്നോട് മിണ്ടാനും ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിന്മാറും. പക്ഷേ ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷേ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാനുള്ള വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിൻ്റെ പുറത്താണ് അവർ നമ്മളോട് ചില സമയത്ത് വന്ന് മിണ്ടും, ചില സമയത്ത് നമ്മളെ റിലേഷൻ ബ്രേക്ക് ചെയ്യും, പിന്നെയും വന്ന് മിണ്ടും, പിന്നെയും ബ്രേക്ക് ചെയ്യും. ഇവർക്ക് ക്യൂരിയോസിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്, നമ്മളെക്കുറിച്ച് അറിയാനുള്ളത്. എന്നാൽ ആ ഒരു ക്യൂരിയോസിറ്റി അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻവലിയുകയും ചെയ്യും. പിന്നെ നമ്മളോട് മിണ്ടാനും കൂട്ടുകൂടാനും വരുവുമില്ല. എന്നാൽ ഇവർ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ നമ്മൾ റിലേഷനിൽ വെക്കുന്നത് വളരെ അപകടമാണ്. അത് കാരണം ഇങ്ങനത്തെ ടീമിനെ നമ്മൾ ഒരു തരത്തിലും കൂടെ കൂട്ടരുത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ടീമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയാലും വലിയ ഇഷ്യൂ ആയാൽ പോലും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ മിണ്ടാതെ പോകുന്നവർ. അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു ഡീറ്റെയിലും കാര്യം അറിയാൻ വേണ്ട, നമുക്ക് അവരെയും കുറിച്ച് ഒന്നും അറിയാൻ വേണ്ട. കാരണം അവർ എങ്ങനെ പോയാലും ഇല്ലെങ്കിലും മരിച്ചാൽ പോലും മൈൻഡേ ചെയ്യത്തില്ല. അങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. അവർ വളരെ സോഫ്റ്റാണ്. കാരണം നമുക്ക് അവരെ കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. കാരണം അവരെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ അവർ ശ്രമിക്കൂല. നമ്മളിൽ നിന്ന് അവർ നന്നായിട്ട് അകലെ പോവുകയും ചെയ്യും. അപ്പോൾ 3 കാറ്റഗറീസ് ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ ഫസ്റ്റ്, നിങ്ങളെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും കൈവിടരുത് കേട്ടോ. നമ്മളൊരു സോറി പറയാനോ നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കാനോ ഒന്നിനൊരു ചാൻസും തരാതെ നമ്മളൊപ്പത്തിൽ നിൽക്കുന്ന അവരെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ കൂടെ കൂട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.